everyone, എല്ലാവർക്കും ECODON ഇംഗ്ലീഷ് ലൈവിലേക്ക് സ്വാഗതം. ഇവിടെ പിള്ളേരെ നമ്മുടെ +2 ഒരു അടിപൊളി ചാപ്റ്റർ ആണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. എനിക്കൊന്ന് +2 തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പം +2 പഠിച്ചിറങ്ങി പിള്ളേരോട് ചോദിക്കുമ്പോഴായാലും +2 ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ആണെന്ന് ചോദിക്കുമ്പോൾ മാച്ച് ബോക്സ് എന്ന് പറയും. കുറേ കാരണങ്ങൾ കൊണ്ട് എന്തോ രസമുള്ളൊരു ചാപ്റ്ററാണ് മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ചാപ്റ്ററാണ്, വളരെ സിമ്പിളായിട്ടൊരു കോൺസെപ്റ്റാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം ലാഗടിപ്പിക്കാൻ നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം അല്ലേ? യെസ്, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് മാച്ച് ബോക്സ്. മാച്ച് ബോക്സിന്റെ അർത്ഥം എന്താണ്? തീപ്പെട്ടി എന്നാണ് അല്ലേ? യെസ്. ഇനി മാച്ച് ബോക്സ് എഴുതിയിരിക്കുന്നത് ആരാണ്? ആശാപൂർണ ദേവിയാണ് കേട്ടോ. ആശാപൂർണ ദേവി അല്ല, ദേവി കേട്ടോ. ആശാപൂർണ ദേവി എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ് മാച്ച് ബോക്സ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ +2 ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഫുൾ ഒരു വിമൻ അല്ലെങ്കിൽ എന്താ പറയുക സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ഈ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററും അത്യാവശ്യം സ്ത്രീ കഥാപാത്രങ്ങളെയും അതേപോലെ തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെയും ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ മാച്ച് ബോക്സ് തീപ്പെട്ടി എങ്ങനെയാണ് ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ നോക്കാം. ഓക്കെ, മാച്ച് ബോക്സ് റിട്ടൺ ബൈ ആശാപൂർണ ദേവി. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. I always compare women to match boxes. Why? Because of the way match boxes are. Even though they have enough gunpowder to set 100 lengas aflame, they sit around meek and innocent in the kitchen, in the pantry, in the bedroom, here, there, anywhere. Women too are exactly the same. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ഇച്ചിരി ഫിലോസഫി പറഞ്ഞാണ് നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ആദ്യമേ പറഞ്ഞേക്കുവാണ് ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സസ്. ഞാൻ എപ്പോഴും സ്ത്രീകളെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? തീപ്പെട്ടികളുമായിട്ടാണ് ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുന്നത്. ഇനി വൈ, എന്തുകൊണ്ട്, എൻ്റെ കാരണം എന്താണ് നമ്മളോട് ചോദിക്കുകയാണ്. എന്നിട്ട് കാരണം ആശാപൂർണ ദേവി തന്നെ പറയുകയാണ്. ബിക്കോസ്, കാരണം ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ. തീപ്പെട്ടികൾ എങ്ങനെയാണോ അത് തന്നെയാണ് അതിൻ്റെ കാരണം. ഈ തീപ്പെട്ടികൾ എങ്ങനെയാണ്? ഈവൻ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് 100 lengas aflame. ഒരു 100 ലങ്കയൊക്കെ അറിയാലോ അല്ലേ, നമ്മുടെ രാവണൻ ആ സംഭവമൊക്കെ അറിയാലോ. അപ്പോൾ ഒരു 100 ലങ്കകളെ കത്തിക്കാനുള്ള ശക്തി ഒരു തീപ്പെട്ടിക്കുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, കാണുമ്പോൾ ഇച്ചിരി പോകുന്നതേ ഉള്ളൂ, പക്ഷേ ചെറുതായിട്ടൊന്ന് ഒരേച്ചാടെ ഉണ്ടാവുന്നത് എന്താണ്? തീയാണല്ലേ. ഒരു തീ മതി എന്തും നശിപ്പിക്കാൻ. അപ്പോൾ ശരിക്കും പേടിക്കേണ്ട ഒരു ഐറ്റമാണ് തീപ്പെട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, തീപ്പെട്ടി കാണുമ്പോൾ നിസ്സാരനാണെങ്കിലും ഒരു 100 ലങ്കകളെ കത്തിക്കാനുള്ള ശക്തി ഒരു തീപ്പെട്ടിക്ക് ഉണ്ട്. ദേ സിറ്റ് അറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്. പക്ഷെ ഭയങ്കര മീക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ക്വയറ്റായിട്ട്, ഭയങ്കര ശാന്തമായിട്ട്, ഭയങ്കര നിഷ്കളങ്കമായിട്ട് ഏതെങ്കിലും മൂലക്കിരിക്കുന്നൊരു വസ്തുവാണ് തീപ്പെട്ടി. എവിടേക്കാ? ഇൻ ദ കിച്ചൺ. ഒന്നെങ്കിൽ ഒരു അടുക്കളയിൽ പോയിട്ടിരിക്കും, അല്ലെങ്കിൽ പാൻട്രി അല്ലെങ്കിൽ സ്റ്റോർ റൂമിൽ പോയിരിക്കും. ഇൻ ദ ബെഡ്റൂം, ചിലപ്പോൾ ബെഡ്റൂമിലായിരിക്കും. ഹിയർ, ദെയർ, എനിവർ, എവിടെ വേണേലും പോയിരിക്കും. വിമൻ ടു ആർ എക്സാക്ട്ലി ദ സെയിം. അപ്പം എപ്പോഴും ഒരു വീടിന് ഏതെങ്കിലും മൂലയ്ക്ക് പോയിരിക്കുന്ന ഒരു വസ്തുവായിരിക്കും തീപ്പെട്ടി. നമ്മളല്ലാതെ തീപ്പെട്ടിയെ ഭയങ്കര സ്വർണ്ണപ്പെട്ടിക്ക് അതൊക്കെ ഇട്ടാണ് വെക്കുന്നത്. അല്ല, വളരെ നിസ്സാരമായിട്ട് ഒരു വിലയും കൊടുക്കാതെ ഒരു മൂലയ്ക്ക് പോയിരിക്കുന്ന വസ്തുവാണ് നമ്മുടെ തീപ്പെട്ടി എന്ന് പറയുന്നത്. പക്ഷെ ആ തീപ്പെട്ടിക്ക് ഒരു 100 ലങ്കകളെ കത്തിക്കാനുള്ള ശക്തിയുമുണ്ട്. സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ വലിയ വിലയൊന്നും കൊടുക്കത്തില്ല, വലിയ പ്രാധാന്യമൊന്നും കൊടുക്കത്തില്ല. ഒരു വീടിന് 4 ചുവരിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന വ്യക്തികളാണ് സ്ത്രീകളെന്ന് പറയുന്നത്. പക്ഷെ ഇതേ സ്ത്രീക്ക് തന്നെ ഒരു സൊസൈറ്റി തന്നെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ അവരുടെ ദേഷ്യം കൊണ്ട് ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഒരു സ്ത്രീക്കുണ്ട്. അപ്പോൾ സ്ത്രീകളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നതെന്നൊക്കെ പറയാറുണ്ടല്ലേ, ആ സംഭവം തന്നെ. യു വാണ്ട് ആൻ എക്സാമ്പിൾ. നിങ്ങൾക്കൊരു ഉദാഹരണം വേണോ? നമ്മുടെ ആശാപൂർണ ദേവി ചോദിക്കുകയാണ്. ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് ഇനോമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് us. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന ആ 3 നില കെട്ടിടത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഇതിനുള്ള ഉദാഹരണം ഞാൻ അവിടെ കാണിച്ചു തരാം. ഇനി നമ്മൾ ഒരു കുടുംബത്തിലെ പ്രശ്നമാണ് കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത്. സൺഡേ മോർണിംഗ്, ഞായറാഴ്ച ഒരു പ്രഭാത സമയം. ദ വാഷർ മാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. അപ്പോൾ തുണി അലക്കുന്നയാള് കുറേ നേരമായിട്ട് താഴെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. മൊമെന്റ്സ് ബിഫോർ ഹാൻഡിലിംഗ് ഓവർ എ ഹീപ്പ് ഓഫ് അജിസ് ഡേർട്ടി ക്ലോത്ത്സ് ടു ദ വാഷർ മാൻ, നോബിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ് വൺ ലാസ്റ്റ് ടൈം ആൻഡ് ഡിസ്കവേഴ്സ് ദ ലെറ്റർ. അപ്പം നമ്മളിങ്ങനെ തന്നെയല്ലേ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തുണി അലക്കുന്നതിന് മുമ്പ് നമ്മുടെ പോക്കറ്റൊക്കെ ഒന്ന് പരിശോധിക്കുമോ അല്ലേ, എന്തെങ്കിലും ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒരു ഇരിപ്പുണ്ടോ എന്നല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ അജിത്തിൻ്റെ വൈഫായ നോമിത അജിത്തിൻ്റെ ഡ്രസ്സെല്ലാം കൊടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ തപ്പുവാണ്. എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങൾ പോക്കറ്റിൽ ഇരിപ്പുണ്ടോ എന്ന്, അജിത്തിൻ്റെ പോക്കറ്റിൽ ഇരിപ്പുണ്ടോ എന്ന് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുകയാണ്.
അപ്പം എന്ത് സംഭവിച്ചു? എ ട്വിസ്റ്റഡ് crumbled envelope with its mouth torn and on the envelope നോമിതാസ് name. അപ്പം ഇങ്ങനെ തപ്പുന്ന സമയത്ത് എന്താണ് പെട്ടെന്ന് നമ്മുടെ നോമിതയുടെ കണ്ണിൽ ഒരു സംഭവം പെട്ടു. അജിത്തിന്റെ ഡ്രസ്സാണ് ഈ തപ്പുന്നത്. ഈ തെരയുന്ന സമയത്ത് അജിത്തിന്റെ പോക്കറ്റിൽ ഒരു സംഭവം നോമിത കാണുകയാണ്. എന്താണത്? നോമിതയുടെ പേരെഴുതിയ ഒരു ലെറ്റർ. അത് വളരെ ചുരുട്ടി കൂട്ടി കീറിയ നിലയിലാണ് കാണപ്പെട്ടത്. അത് മാത്രമല്ല അതിന്റെ വായ്ഭാഗം, അതായത് വായ്ഭാഗം തുറന്നു വെച്ചിട്ടുണ്ട്, അതായത് ഓപ്പൺ ആയത്, വിച്ച് മീൻസ് അജിത്ത് ആ ലെറ്റർ വായിച്ചിട്ടുണ്ട്. പക്ഷെ ആരുടെ പേര് വന്നേക്കുന്ന ലെറ്ററാണ്? നോമിതയുടെ പേര് വന്നേക്കുന്ന ലെറ്ററുമാണ്. A flame goes up, dropping all Nomida's nerves and veins. ഇത് കണ്ടതും നമ്മുടെ നോമിതയ്ക്ക് അങ്ങ് കത്തി ജ്വലിച്ചു വന്നു. ഹലോ ചിപ്പി, ഹായ്. ഓക്കെ, അപ്പം ഇത് കണ്ടത് നമ്മുടെ നോമിതയ്ക്ക് അങ്ങ് ദേഷ്യം അങ്ങ് തിളച്ചു കയറി വന്നു. She drops the cloth in her hand and sits on the bed to open the letter. അവൾ സാവധാനം എന്താ പറയുക, ആ ദേഷ്യമൊക്കെ കളഞ്ഞ് അച്ഛൻ ക്ഷമയൊക്കെ തിരിച്ചു പിടിച്ചിട്ട് പതുക്കെ പോയിട്ട് ബെഡിലിരുന്നു. എന്നിട്ട് ആ ലെറ്റർ എടുത്ത് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. The first thing she looks at is the date. അവൾ ആദ്യം നോക്കിയത് തീയതിയാണ്. എന്നാണ് ഈ സംഭവം വന്നതെന്ന് അറിയണമല്ലോ. അപ്പോൾ അവൾ ആദ്യം നോക്കിയത് ഡേറ്റ് ആണ്. Going by the date, the letter must have come about 3 days earlier. അപ്പോൾ ഡേറ്റ് നോക്കിയപ്പോൾ മനസ്സിലായി ഈ ലെറ്റർ വന്നിട്ട് മിനിമം ഒരു 3 ദിവസങ്ങളെങ്കിലും ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുവരെ ആയിട്ടും അജിത്ത് നോമിതയുടെ പേരിൽ വന്ന ഈ ലെറ്റർ നോമിതയ്ക്ക് കൊടുത്തിട്ടില്ല. She turns over the envelope and matches the postmark to the date. അപ്പോൾ പോസ്റ്റ് മാർക്കും ഈ ഡേറ്റും എല്ലാം കൂടെ ഒന്ന് ഒത്തു നോക്കി, കറക്റ്റ് ആണോ, 3 ദിവസം ആയോ എന്നുള്ളത് നോക്കിയപ്പോൾ that too bears the same witness. അപ്പോൾ കറക്റ്റ് ആണ്, വന്നിട്ട് ഒരു 3 ദിവസം ആയിട്ടുണ്ട്. Yes, the letter came 3 days ago. ശരിയാണ്, ഈ ലെറ്റർ വന്നിട്ട് 3 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. Ajit has opened it and read it, then crumbled it and twisted it and dropped it into his pocket and left it there. അപ്പം അജിത്ത് ഇത് തുറന്ന് വായിച്ചു, അതിനുശേഷം അത് കീറി ചുരുട്ടിക്കൂട്ടി എന്താ പറയുക, വളരെ മോശം അവസ്ഥയിൽ തിരിച്ച് പോക്കറ്റിലിട്ടു. Has not felt the need to mention it even once to Nomita. ഇത് ഒരിക്കൽ പോലും നോമിതയോട് ഒന്ന് പറയണം എന്നൊരു മര്യാദ പോലും നമ്മുടെ അജിത്ത് കാണിച്ചിട്ടില്ല. The flame that had gone up top now burns steadily, hissing, sounding its knot on each of her mind strings. അപ്പം എന്താണ്, ദേഷ്യങ്ങനെ ഇരട്ടിച്ച് വരുക. ഇത്രയും ദിവസങ്ങളായി ഇത് പൊട്ടിച്ച് വായിച്ചു, ഇതൊന്ന് തരാനുള്ള മര്യാദ പോലും, എനിക്കൊന്ന് സൂചിപ്പിക്കുക അതിനുള്ള മര്യാദ പോലും ഇയാൾ കാണിച്ചിട്ടില്ല. ഇയാളെ വെറുതെ വിടുന്നു പറഞ്ഞുകൊണ്ട് നോമിത അങ്ങ് കത്തിക്കേറുകയാണ്. Because this incident is not a casual oversight, it is deliberate. കാരണം ഇത് അറിയാതെ സംഭവിച്ചൊരു പരിപാടിയല്ല, ഡെലിബറേറ്റ്, മനഃപൂർവ്വം സംഭവിച്ച ഒരു കാര്യമാണ്. ഓക്കെ, എടാ പിള്ളേരെ, മാക്സിമം പിള്ളേരെ വിളിച്ചുകൊണ്ട് പോവാ, കാരണം +2 ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, +2 എക്സാം എന്ന് പറയുന്നത് പബ്ലിക് എക്സാം ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് വരണം, അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതെങ്ങനെ ലൈവ് നടക്കുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെത് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിൻ്റെയും ലൈവ് വരുമ്പം നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കെങ്കിൽ മാത്രമേ ഇനി ഇതുപോലത്തെ ലൈവ് ക്ലാസ്സസ് മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള 1 minute ഷോർട്സ് ചെയ്യുന്നുണ്ട്, 5 minutes ക്ലാസ്സസ് പോകുന്നുണ്ട്, അല്ലാതെ കമ്മ്യൂണിറ്റി പോസ്റ്റ്, കടോസിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതേപോലെ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനും ഈ ചാനൽ നിങ്ങൾ എന്താ പറയുക, റെക്കമെൻഡ് ചെയ്യണം. അതിങ്ങനെ ഒരു ചാനലുണ്ട്, അടിപൊളി ക്ലാസ് ആണെന്നൊക്കെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക കേട്ടോ. മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തട്ടെ. അതുപോലെ കാണുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കാരണം എന്നാൽ മാത്രമേ വരും ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുന്ന കാര്യം മറന്നു പോയേക്കരുത്. ഓക്കെ, ഇനി ബാക്കി നോക്കിയേ. അജിത്'s nature is exactly that. അപ്പോൾ അജിത്തിന്റെ സ്വഭാവം ശരിക്കും ഇങ്ങനെയാണ്. Somehow he's gained possession of the key to the letter box, fishing it through the gaps among the 52 hands of this joint family. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇവർ ജീവിക്കുന്ന ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നത്. അതായത് നമ്മുടെ അജിത്തും നോമിതയും ഒരു ജോയിൻറ്റ് ഫാമിലിയിൽ ജീവിച്ചിരുന്ന കപ്പിൾസ് ആയിരുന്നു. അതായത് ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, അച്ഛൻ, അമ്മ, അവരുടെ മക്കള്, അവരുടെ ഭാര്യമാര്, അവരുടെ മക്കള്, അങ്ങനെ കൂട്ടുകുടുംബത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു നമ്മുടെ നോമിത. അപ്പോൾ അതാണ് പറയുന്നത്, അജിത്ത് ഈ ലെറ്റർ ബോക്സിന്റെ കീ, അതായത് അവരുടെ വീട്ടിലൊരു കോമൺ ലെറ്റർ ബോക്സ് അവിടെ കൊണ്ടുവന്നായിരിക്കും ലെറ്റർ ഇടുന്നത്. ഈ ലെറ്റർ ബോക്സിന്റെ കീ ഓൾറെഡി നമ്മുടെ അജിത്ത് കൈവശപ്പെടുത്തിയായിരുന്നു.
അപ്പോൾ ഈ എന്താ പറയുക ഒരു 25 ആൾക്കാരുണ്ട്, ഒരാൾക്ക് 2 കൈ വീതം ഉണ്ടല്ലോ, അപ്പോൾ 25 × 2 50. അപ്പോൾ ഈ 50 പേരുടെ കൈകൾക്കിടയിൽ നിന്നും ഈ ലെറ്റർ ചൂഴ്ന്നെടുക്കാനുള്ള മാർഗമായിട്ടാണ് അജിത്ത് ഈ ലെറ്റർ ബോക്സിന്റെ കീയെ കൈവശപ്പെടുത്താനുള്ള കാരണം കീ പുള്ളിക്കാരന്റെ കയ്യിലാണെങ്കിൽ പുള്ളിക്കാരൻ അറിയാതെ ഈ ലെറ്റർ ബോക്സിൽ നിന്ന് ആരും ലെറ്റർ എടുക്കത്തില്ല. അപ്പം നോമിതയ്ക്ക് വരുന്ന ലെറ്റർ പ്രോപ്പറായിട്ട് അജിത്തിന് കിട്ടണമെന്ന് നിർബന്ധമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അജിത്ത് ഓൾറെഡി ഈ ലെറ്റർ ബോക്സിന്റെ കീയെ കൈവശപ്പെടുത്തിയായിരുന്നു. ഈ എന്താ പറയുക 50 പേരുടെയും കൈകളുടെ ഇടയിൽ നിന്ന് ലെറ്റേഴ്സ് ചൂഴ്ന്നെടുക്കുവാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. And whenever there is a letter with Nomida's name on the envelope, he opens and reads it first, and only then does he give it to her. അപ്പോൾ എപ്പോഴൊക്കെ നോമിതയുടെ പേരിൽ ലെറ്റർ വരുന്നതോ ഉടനെ നമ്മൾ അജിത്ത് എന്ത് ചെയ്യും, അതെടുത്ത് ഓപ്പൺ ചെയ്ത് വായിക്കും. വായിച്ചതിന് ശേഷം മാത്രമേ നോമിതയ്ക്ക് അത് കൊടുക്കാറുള്ളൂ. It is possible that oftentimes he doesn't give it to her at all. ചില സമയത്ത് അത് കൊടുക്കാറ് പോലും, ചില സമയത്ത് കൊടുക്കും, ചില സമയത്ത് അത് കൊടുക്കാറ് പോലുമില്ല. At least that is the suspicion that has taken deep root in Nomida's mind. ഇതെല്ലാം കൂടെ ചിന്തിച്ചപ്പോൾ നോമിതയ്ക്ക് തോന്നി ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാ, കാരണം ഇത് ആദ്യ സംഭവമൊന്നും അല്ല, ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാന്ന് ഓർത്തുകൊണ്ട് നോമിതയുടെ മൈൻഡിൽ ഇങ്ങനെ കൂടുതൽ സംശയങ്ങൾ ഇങ്ങനെ വേര് മുളയ്ക്കുകയാണ്. ഈവൻ ദോ ഇവിടെ പിള്ളേരെ സസ്പിഷൻ എന്ന് വെച്ചെങ്കിൽ സംശയം എന്നാണ് കേട്ടോ അർത്ഥം, സംശയം. ഓക്കെ ഹായ്, എല്ലാവർക്കും ഹായ് കേട്ടോ. ഓക്കെ, ഇനി ബാക്കി നോക്കിയേ. സ്റ്റിൽ ദിസ് മുമ്പ് ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നല്ലേ, എന്താണത്? Even though to this day Ajit cannot truthfully make the claim that he's been able to discover any letter in the slightest degree suspicious. അപ്പോൾ എന്താ ഇങ്ങനെ അജിത്ത് ലെറ്റേഴ്സ് എടുത്ത് വായിക്കുന്നതിന് ഒരു കാരണമുണ്ട്. എന്താണ്? ഇനിയിപ്പോൾ നോമിതയ്ക്ക് ആരും ലെറ്റർ അയക്കുന്നുണ്ടോ, രഹസ്യമായിട്ട് ലവർ ഉണ്ടോ, ഇത്തരം സംശയങ്ങൾ കാരണമാണ് നമ്മുടെ അജിത്ത് ഇങ്ങനെ ലെറ്റർ എടുത്ത് വായിക്കുന്നത്. പക്ഷെ ഇന്നേ വരെ ഇത്രയും ദിവസമായിട്ടും ഇതുവരെയും നമ്മുടെ അജിത്തിന് സംശയാസ്പദമായ രീതിയിലുള്ള ഒരു ലെറ്റർ പോലും ലഭിച്ചിട്ടില്ല. എന്നിട്ടും സ്റ്റിൽ നമ്മുടെ അജിത്തിന് നോബിതയെ സംശയമാണ്. സ്റ്റിൽ ദിസ് അഗ്ലി ഹാബിറ്റ് ഓഫ് ഹിസ് വോൺ ഗോ. എന്നിട്ടും ഈ വൃത്തിയുടെ ശീലം മാറ്റുവാൻ നമ്മുടെ അജിത്ത് തയ്യാറായിട്ട്. Not with Nomida's anger, not with her taking offense, not with bitter approaches, her trying to shame him, sarcasm, not with anything. അപ്പം എന്താണ്? നോമിത എത്ര ദേഷ്യപ്പെട്ടാലും, എത്ര കളിയാക്കിയാലും, എത്ര അപമാനിച്ചാലും അജിത്ത് ഈ പരിപാടി നിർത്താൻ തയ്യാറായിരുന്നില്ല. എന്തോരം കേട്ടാലും അജിത്ത് വീണ്ടും നോമിതയുടെ ലെറ്റർ എടുക്കും, വായിക്കും, മിണ്ടത്തില്ല. ഈ പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. If she mention it, first he tries to laugh it away. അപ്പം ഈ കാര്യങ്ങൾ നോമിത ചോദിക്കുവാണെങ്കിൽ ആദ്യം അജിത്ത് എന്ത് ചെയ്യും? അങ്ങ് ചിരിച്ചു തള്ളും. എന്ത് നിന്റെ ലെറ്റർ അല്ലേ, കുഴപ്പമൊന്നുമില്ല, അങ്ങ് ചിരിച്ചു തള്ളും. പിന്നെ എന്ത് സംഭവിക്കും? If laughter doesn't get him out of deep water, he scolds her. ഇങ്ങനെ ചിരിച്ചു തള്ളിയിട്ടും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ലെങ്കിൽ എന്ത് ചെയ്യും? അജിത്ത് ഉടനെ ദേഷ്യപ്പെടാൻ തുടങ്ങും. അപ്പം ആദ്യത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ചിരിച്ചു തള്ളും. അത് ഏറ്റില്ലെങ്കിൽ അടുത്തത് എന്ത് ചെയ്യും? അവളെ അങ്ങ് വഴക്ക് പറയാൻ തുടങ്ങും. അങ്ങനെ ആ വിഷയം അങ്ങ് മാറിപ്പോകാൻ വേണ്ടി പുള്ളിക്കാരൻ ശ്രമിക്കും. ഔട്ട് ഓഫ് ഡീപ്പ് വാട്ടർ എന്ന് വെച്ചെങ്കിൽ നമ്മൾ അതിൽ നിന്ന് തടി തപ്പുക എന്ന് പറയില്ലേ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മണ്ടത്തരം കാണിച്ചു തടി തപ്പാൻ വേണ്ടിയിട്ടെന്ന് പറയില്ലേ, ആ സംഭവം തന്നെ കേട്ടോ. ഓക്കെ, ഷീ സിറ്റ്സ് പെർഫെക്റ്റ്ലി സ്റ്റിൽ ഫോർ എ മിനിറ്റ് ആൻഡ് റീഡ്സ് ദ ലെറ്റർ ത്രൂ. അപ്പം എന്താണ്, അവളൊരു നിമിഷം ഒന്ന് സമാധാനമായിട്ടിരുന്നിട്ട് ആ ലെറ്റർ ഫുൾ ഒന്ന് വായിച്ചു. ഇറ്റ് ഈസ് നത്തിങ് മച്ച്, അത് പ്രത്യേകിച്ചൊന്നുമല്ല. എ ലെറ്റർ ഫ്രം നോമിതാസ് മദർ, നോമിതയുടെ അമ്മ എഴുതിയ ഒരു ലെറ്റർ ആയിരുന്നു അത്. ഇറ്റ് ഈസ് ഹെർ സ്റ്റാൻഡേർഡ് സ്പീച്ച്. ദ ഗുഡ് വിമൻ ഹാസ് once again placed on the record the news of her various hardships and complaints getting worse, misfortune upon misfortune. The ceiling of her room is cracked and the rainwater falls through in ceaseless streams. If this is not immediately remedied, she will have to die crushed under the weight of a collapsed roof. അപ്പോൾ ആ ലെറ്ററിലും പ്രത്യേകമായിട്ട് നമ്മുടെ നോമിതയുടെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞേക്കുന്നത്? എന്നും എഴുതുന്ന പോലെ തന്നെ കുറേ പ്രാരാബ്ദങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഭയങ്കര കഷ്ടപ്പാടാണ്, ഭയങ്കര ദുരിതമാണ്, നമ്മുടെ സീലിംഗ് ഒക്കെ പൊട്ടിച്ചോർച്ചയാണ്, പ്രശ്നങ്ങളാണ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ മിക്കവാറും മേൽക്കൂര ഇടിഞ്ഞ് വീണ് മരിക്കും. ഇങ്ങനെ കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളുമാണ് ഈ ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത്. Of course, she does not read that eventuality. Her daughter is a queen, her son-in-law is high-minded, large-hearted, therefore, etc. അപ്പോൾ അമ്മയുടെ വിചാരം എന്താണ്? മോളെ വലിയ കുടുംബത്തിലേക്കാണ് കെട്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ മോള് രാജകുമാരിയെ പോലെ കഴിയുകയാണ്. മരുമോനാണെങ്കിൽ വളരെ വിശാല മനസ്കൻ, എന്തും ചെയ്യുന്ന നല്ലവനായ മരുമകൻ, എന്നെ സഹായിക്കും. ഈ ഒരു ധാരണയിലാണ് ഈ അമ്മ ഇരിക്കുന്നത്. പക്ഷേ
an indigent widow without husband or son. She was successful in consigning her daughter to a wealthy family's house on the strength of looks alone. അപ്പം നോമിതയുടെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പം നോമിതയുടെ അമ്മ വിധവയാണ്, വേറെ ആൺമക്കൾ ആരുമില്ല, നോമിത മാത്രം ഒരു മോളേ ഉള്ളൂ. അപ്പം ഒരു ആൺമക്കൾ പോലും ഇല്ലാതെ അല്ലെങ്കിൽ ഭർത്താവില്ലാതെ ഒറ്റയ്ക്കാണ് ആ സ്ത്രീയെ നോമിതയെ കല്യാണം കഴിപ്പിച്ചത്. അതായത് ഒറ്റയ്ക്ക് നിന്നിട്ടാണ് കല്യാണം കഴിപ്പിച്ച പെൺകുട്ടി അയച്ചത്. അപ്പം പുള്ളിക്കാരത്തെ സംബന്ധിച്ച് പുള്ളിക്കാരത്തെ ഒരു ക്രെഡിറ്റ് ആണത്. കാരണം ആരുടെയും സഹായം കൂടാതെ ഇത്രയും കാശുകാരായ ഇത്രയും പൈസക്കാരായവരുടെ വീട്ടിലേക്ക് ഈ മകളെ കല്യാണം കഴിപ്പിച്ച് അയച്ചതാണ്. എന്തുകൊണ്ട് മാത്രമാണ് നോമിതയെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര സുന്ദരിയാണ്. അപ്പോൾ ഈ സൗന്ദര്യം ഒന്നിൻ്റെ ബേസിൽ മാത്രമാണ് ഇത്രയും വലിയ കുടുംബത്തിലേക്ക് നോമിതയെ ഈ അമ്മ കല്യാണം കഴിപ്പിച്ച് അയച്ചിരിക്കുന്നത്. ബട്ട് ദ ഗുഡ് ലേഡി ഹാസ് നെവർ സ്റ്റോപ്പ് ടേക്കിംഗ് ക്രെഡിറ്റ്. പക്ഷേ ഈ ക്രെഡിറ്റും പറഞ്ഞുകൊണ്ട് ഈ അമ്മ എപ്പോഴും നോമിതയുടെ ഹസ്ബൻഡ് അയച്ചതിനെ ശല്യപ്പെടുത്തുമായിരുന്നു. അറ്റ് ദ സ്ലൈറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഹർ സ്കിൽ ഇൻ ദി മാറ്റർ ആൻഡ് ഷീസ് ബീൻ ഫൈൻഡിങ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഓൾ അലോങ്. അപ്പോൾ എപ്പോഴും ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിന്നെ ഒറ്റയ്ക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടത് ഞാനാണ്, അത് ഇത്രയും പൈസയുള്ള വീട്ടിലേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ എപ്പോഴും ഇങ്ങനെ വിഷമങ്ങൾ പറയുമായിരുന്നു. എന്നിട്ട് പറയുമായിരുന്നു, നിനക്കെന്നെ സഹായിക്കാൻ പോലും തോന്നുന്നില്ലല്ലോ, നിനക്ക് എന്നോടൊന്നും എന്താ പറയുക, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും തോന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ എപ്പോഴും ഇതിൻ്റെ പേരിൽ ക്രെഡിറ്റ് എടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഇതെല്ലാം കേട്ട് ഓൾറെഡി നമ്മൾ നോമിത മടുത്തിരിക്കുന്നതാണ്. Whenever Ajit sees a new letter from Nomida's mother, he smiles derisively and says, "Why bother to read that? I will go and fill out a money order form." അപ്പോൾ എപ്പോൾ അമ്മയുടെ അടുത്തുനിന്ന് ലെറ്റർ വന്നാലും ഉടനെ അജിത്ത് പറയും, എന്തിനാണ് ലെറ്റർ വായിച്ച് നീ വിഷമിക്കുന്നത്, ഉറപ്പായിട്ടും പൈസ വെച്ചിട്ടുള്ള ലെറ്ററാണ്, ഞാൻ പോയിട്ട് മണി ഓർഡർ വല്ലതും ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു. നോമിതാസ് ഹെഡ് ഹാങ്സ് ലോ വിത്ത് ദ ഷെയിം ആൻഡ് ദ ഇൻസൾട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ നോമിതയ്ക്ക് അങ്ങ് അപമാനം കാരണം, അങ്ങ് വിഷമം കാരണം അങ്ങ് തല കുനിഞ്ഞു നിൽക്കും. കാരണം എന്താ പറയണ്ടേന്നും അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. ആർ യു ലുക്കിംഗ് ഫോർ സമ്മൺ നൗ? എന്നോടാണോ ചോദിച്ചിരുന്നത് ആർ യു ലുക്കിംഗ് ഫോർ സമ്മൺ നൗ എന്ന്? എന്തായാലും സംഭവം എനിക്ക് മനസ്സിലായില്ല. എന്തായാലും എന്തെങ്കിലും ആട്ടെ. ഓക്കെ, ഇനി അത് കേൾക്കുമ്പോഴെല്ലാം നോമിതയുടെ തല ഇങ്ങനെ അപമാന ഭാരത്താൽ തല കുണിച്ച് നിൽക്കുമായിരുന്നു. സോ സം ടൈം എഗോ ഔട്ട് ഓഫ് ആങ്കർ ആൻഡ് ഗ്രീഫ് നോമിത ഫോർബേഡ് ഹെർ മദർ ഫ്രം റൈറ്റിംഗ് ടു ഹെർ ഓൺ പോസ്റ്റ് കാർഡ്സ്. അപ്പോൾ എന്താണ് ഇങ്ങനെ വന്നപ്പോഴത്തേനും നമ്മുടെ നോമിത അമ്മയെ വഴക്ക് പറഞ്ഞു, അമ്മ എന്നെ ഇങ്ങനെ അപമാനിക്കരുത്, എന്നെ ഇങ്ങനെ എല്ലാവരും നാണം കെടുത്തരുത്, ഇങ്ങനെ പൈസ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അയക്കരുത്, ലെറ്റർ അയക്കരുത് എന്നിങ്ങനെ എപ്പോഴും നമ്മുടെ നോമിത അമ്മയോട് പറയുമായിരുന്നു, ഇങ്ങനെ പോസ്റ്റ് കാർഡിൽ ലെറ്റർ അയക്കരുത് എന്ന്. She thought that from then on she would try to send her a little money, whatever she could pull together in secret. So this was what came of letters in envelopes too. അപ്പം പിന്നെ നമ്മുടെ നോമിത ചിന്തിച്ചു, അമ്മയ്ക്ക് ഇച്ചിരിയൊക്കെ പൈസ അയക്കാം, കുറച്ചൊക്കെ പിടിച്ചു വെച്ച് അമ്മയ്ക്ക് കുറച്ച് പൈസ അയക്കാം, കാരണം ദാരിദ്ര്യമാണ്, ബുദ്ധിമുട്ടാണ്, അമ്മയ്ക്ക് കുറച്ച് പൈസ അയച്ചേക്കാം, അതൊന്നും നോമിതയും തീരുമാനിച്ചായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അടുത്ത ലെറ്റർ വന്നിരിക്കുന്നത്. സഡൻലി നോമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹെർ മദർ. പെട്ടെന്ന് നോമിതയ്ക്ക് അമ്മയോട് അങ്ങ് ദേഷ്യം തോന്നി. കാരണം എന്താ, വൈ ഡസ് ഷീ കീപ്പ് ഓൺ ബെഗിങ് ലൈക്ക് ദാസ്? എന്തിനാണ് അമ്മ ഇങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് ഇങ്ങനെ ബെഗ് ചെയ്യുന്നത്, എപ്പോഴും ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോംപ്ലിമെൻറ്റ്. നമുക്ക് ഇങ്ങനത്തെ കോമൻസ് വരും ഭയങ്കര സന്തോഷമാണ്, നമുക്ക് ക്ലാസ് എടുക്കാനും ഭയങ്കരമായിട്ട് എനർജി കിട്ടും. ഓക്കെ, ഇനി സഡൻലി നോമിത ഫ്ലെയിംസ് ഇൻ ടു ആങ്കർ അറ്റ് ഹെർ മദർ. പെട്ടെന്ന് നമ്മൾ നോമിതയ്ക്ക് അമ്മയോട് ഭയങ്കര ദേഷ്യം തോന്നുകയാണ്. വൈ ഡസ് ഷീ കീപ്പ് ഓൺ ബെഗിങ് ലൈക്ക് ദിസ്? എന്തിനാണ് അമ്മ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ ഒന്ന് യാചിച്ചുകൊണ്ടിരിക്കുന്നത്? വൈ വോണ്ട് ഷീ ലെറ്റ് നോമിത കീപ് ഹെർ സെൽഫ് റെസ്പെക്ട്, ഹെർ ഡിഗ്നിറ്റി? എന്താണ് അമ്മ ഇങ്ങനെ എന്താ പറയുക, ഒരു അഭിമാനവും നോക്കാതെ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ അപമാനിതയാകുന്നത് എന്തുകൊണ്ടാണ്? എന്നെ ഞങ്ങൾ ഇതിനെ നാളം കെടുത്തുന്നത് എന്ന് നോമിത ചിന്തിക്കുകയാണ്. നോ, ദിസ് ടൈം ഷീ വിൽ റൈറ്റ് ആൻഡ് ടെൽ ഹെർ മദർ ക്ലിയർലി, ഐ ക്യാൻ ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. പക്ഷെ ഇത്തവണ ഞാൻ ഇതെല്ലാം അമ്മയ്ക്ക് ലെറ്റർ അയച്ച് പറയാൻ പോവാണ്, എനിക്ക് ഇത് കൂടുതൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, പൈസ അയക്കേണ്ടതൊക്കെ അയച്ചു, ഇതിൽ കൂടുതൽ എൻ്റെ അടുത്തുനിന്ന് ഒരു സഹായവും പ്രതീക്ഷിക്കരുത് എന്ന് ഞാൻ അമ്മയ്ക്ക് അയക്കാൻ പോവാണെന്ന് നമ്മുടെ നോമിത തീരുമാനിക്കുകയാണ്. Right then, Ajit steps into the room after finishing his leisurely Sunday bath. അപ്പോൾ ഇതുവരെ നമ്മുടെ രണ്ടാമത്തെ കഥാപാത്രമായ അജിത്ത് രംഗത്തേക്ക് വന്നിട്ടില്ല. ഇപ്പോഴാണ് നമ്മുടെ അജിത്ത് ഒരു കുളിയൊക്കെ കഴിഞ്ഞു, ഒരു ആഘോഷമായ കുളിയൊക്കെ കഴിഞ്ഞിട്ട്, അതായത് സൺഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ അജിത്ത് നന്നായിട്ട് കുളിക്കുന്ന ദിവസമായിരുന്നു. അപ്പം ഞായറാഴ്ചത്തെ ഗംഭീരമായ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അജിത്ത് ഇങ്ങനെ കയറി വരുമ്പോഴാണ് നമ്മുടെ നോമിത ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നത് കാണുന്നത്. നോമിത ഷാർപ്പ് ഇൻഡിഗ്നേഷൻ അറ്റ് ദ ഇൻസൾട്ട്
simmering all this while, seems to want to dash itself violently against him. അപ്പോൾ ഇങ്ങനെ നോമിത ഇങ്ങനെ അവർ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ ദേഷ്യവും കൂടി ഇങ്ങനെ അടക്കി പിടിച്ച് ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ്, ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുകയാണ്. മിസ്സേ മൈൻഡ് ആക്കുമോ? എടാ മോനെ മൈൻഡ് ആക്കാലോ, നീ ഇത് ആദ്യമായിട്ടല്ലേ കമൻ്റ് ഇടുന്നത്, അപ്പം എങ്ങനെയാണ് നിന്നെ മൈൻഡ് ആക്കാതിരിക്കുന്നത്? ഓക്കെ, ഹലോ ഫ്ലാഷ് 50K YT ഫാൻ പേജ്. ഓക്കെ, YT യൂട്യൂബ് എന്നായിരിക്കും അല്ലേ? ഓക്കെ, ഫ്ലാഷ് 50K യൂട്യൂബ് ഫാൻ പേജ്. ഓക്കെ, എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തിൻ്റെ ഫാൻ പേജ് ആണത്? ഓക്കെ, എനിക്കറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചാൽ കേട്ടോ. ഓക്കെ, ഹായ് മോനെ, മോനാണോ മോളാണോ ആരാണെങ്കിലും ഹായ് കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി ബാക്കി നോക്കിക്കേ. അജിത് ഗ്ലാൻസസ് അറ്റ് ഹെർ, അതിന് മുമ്പ് ഒരു വാദമുണ്ട് അല്ലേ? എന്താണത്? നോമിത റോസ് ഔട്ട്, വെൻ ഡിഡ് ദിസ് ലെറ്റർ അറൈവ്? നോമിത ദേഷ്യപ്പെട്ട് ചോദിച്ചു, എന്നാണ് ഈ ലെറ്റർ വന്നത്? അജിത് ഗ്ലാൻസസ് അറ്റ് ഹെർ ഒബ്ലീക്വലി, എസ്റ്റിമേറ്റിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹിസ് എറർ. അപ്പോഴാണ് താൻ ചെയ്ത തെറ്റിൻ്റെ ആ ഒരു വലിപ്പം നമ്മൾ അജിത്ത് മനസ്സിലാക്കുന്നത്. ശരി, എന്തെങ്കിലും മണ്ടത്താണ് കാണിച്ചത്. അതായത് അജിത്തിന് ഈ ലെറ്റർ അവൾക്ക് കൊടുക്കാത്തതിലല്ല വിഷമം, പിന്നെ എന്താണെന്നറിയോ, ഈ ലെറ്റർ അവൾ കാണാതെ ചുട്ടിക്കുട്ടി എറിയേണ്ടതായിരുന്നു. അതിലാണ് നമ്മുടെ അജിത്തിൻ്റെ വിഷമം. Another handful of cash for this, he had thought, and decided not to give the letter to Nomida. He was going to tear it up and throw it away. He's made a big mistake. അപ്പോൾ അവൻ ചിന്തിച്ചപ്പം ഇനിയും കുറേ പൈസ അയക്കണം, വേറെ പൈസ അയക്കാനുള്ള ഒരു ലെറ്റർ, അത്രയേ ഉള്ളൂ. ഇത് ഇവളെ കാണിക്കാതെ ചുരുട്ടിക്കുട്ടി എറിയാനായിരുന്നു നമ്മുടെ അജിത്തിൻ്റെ പ്ലാൻ. പക്ഷെ ചെറുതായിട്ടൊന്ന് പണിവാളി ലെറ്റർ എടുത്ത് എറിയാൻ മറന്നുപോയി. Not that Ajit is going to feel abashed about that. അജിത്ത് ചെയ്തത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ എന്താ പറയുക കൊടുക്കാത്ത തെറ്റായിപ്പോയി എന്നുള്ളൊരു വിഷമമൊന്നുമില്ല, മറിച്ച് ഈ ലെറ്റർ കീറി കളയാത്തതിലുള്ളൊരു വിഷമം മാത്രമേ അജിത്തിന് ഉള്ളൂ. As though trying hard to remember, he says, letter? What letter? Oh yes, indeed, there was a letter from your mother. I just had not got around to give it to you. അപ്പോൾ നമ്മൾ അജിത്തിനെ അഭിനയിക്കുവാണ്. ലെറ്ററോ? ഏത് ലെറ്റർ? ലെറ്റർ നിൻ്റെ അമ്മയുടെ ലെറ്റർ അല്ലേ? യെസ്, ആ ലെറ്റർ. ഞാൻ തരാൻ മറന്നു, അത് തന്നില്ലായിരുന്നു അല്ലേ? ഞാൻ അഭിനയിക്കുവാണ് കയറി. Why had not you got around to it? Why? Answer me. Why had not you got around to it? വളരെ ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് ലെറ്റർ തന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു പിടിച്ചു എന്ന് നമ്മുടെ നോമിത ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്. What a nuisance. Ajit says, I had forgotten. Why else? എന്തൊരു മണ്ടത്താണ് നീ പറയുന്നത്, ഞാനത് മറന്നു, അത് അത്രേ ഉള്ളൂ എന്ന് നമ്മുടെ അജിത്തും പറഞ്ഞു. ഓക്കെ, ഹലോ എല്ലാവർക്കും ഹലോ, ഹായ്. ഓക്കെ, ഫൈൻ. പിള്ളേരെ, നമ്മുടെ ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം. മിസ് ചെയ്യുന്നത് ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാവുന്ന നമ്മൾ പറയാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ. എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ മുന്നേ പറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി നമ്മളിടുന്ന വീഡിയോസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്ലാസ് വീഡിയോസ് മാത്രമല്ല, വീഡിയോ സെഷൻസ് മാത്രമല്ല, ലൈവുകൾ മാത്രമല്ല, 1 minute ഷോർട്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നമുക്ക്. ഇതെല്ലാം ഇൻഫോർമേറ്റീവാണ്. 10th-നും 12th-നും എല്ലാ ക്ലാസ്സുകൾക്കും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യാൻ മറന്നു പോയേക്കരുത്. ഓക്കെ, ഇനി ബാക്കി. ലയർ. നോമിത ഹിസസ് ലൈക്ക് എ സ്നേക്ക്. ഒരു പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് നമ്മുടെ നോമിത പറയാണ്, നിങ്ങൾ ഒരു നുണയനാണ്. Why are you saying whatever comes to your mouth? Don't people forget? പറയാണ്, നീ എന്തിനാണ് ഈ വായിക്കുമെന്നൊക്കെ പറയുന്നത്? മനുഷ്യരായി മറന്നു പോവില്ലേ എന്ന് അജിത്തും തിരിച്ചു ചോദിച്ചു. No, they don't. Why did you open my letter? ഇല്ല, ഇത് അങ്ങനെയൊന്നും അല്ല. എന്തിനാണ് നിങ്ങൾ എൻ്റെ ലെറ്റർ തുറന്നത് എന്ന്, അല്ലെങ്കിൽ പൊട്ടിച്ച് വായിച്ചത് എന്ന് നമ്മുടെ നോമിത ചോദിക്കുകയാണ്. Why are you saying whatever comes to your mouth? Don't people forget? No, they don't. Why did you open my letter? This charge Ajit tries to scatter to the winds. What if I opened it? My own wife's letter. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മൾ അജിത്തിന് മനസ്സിലായി സംഭവം കയ്യിൽ നിന്ന് പോയി, ഇനി കിട്ടത്തില്ല. എന്തെങ്കിലും പറഞ്ഞ് ഇവളെ ഒന്ന് ശാന്തമാക്കണമെന്ന് നമ്മുടെ അജിത്ത് തീരുമാനിക്കണം. അപ്പോൾ അജിത്ത് എന്ത് ചെയ്തു? അജിത്ത് പറഞ്ഞു, ലെറ്റർ വായിച്ചാൽ എന്താ, ഞാൻ എൻ്റെ സ്വന്തം വൈഫിന് ലെറ്റർ ഒന്ന് വായിച്ചു, അതിലെന്താണ് ഇത്തരം പ്രശ്നം? നീ എന്താ അതിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മുടെ അജിത്ത് ചോദിക്കുകയാണ്.
Be quiet, be quiet. I tell you, for what reason should you open my letters? Haven't I told you 1,000 times not to? ശാന്തവാക, ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ എന്തിനാണ് എൻ്റെ ലെറ്റർ തുറന്ന് വായിച്ചത്? എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ലെറ്റർ ഇത് വായിക്കരുത് എന്ന്. Adi doesn't fear Nomida's anger. He fears a row. Actually, നോമിതയുടെ ദേഷ്യം കണ്ടിട്ടല്ല നമ്മുടെ അജിത്തിന് പേടിയായത്, മറിച്ച് എന്താണ്, വലിയൊരു ബഹളം ഉണ്ടാകുമോ. റോ എന്ന് വെച്ചാൽ ബഹളം എന്നാണ് അർത്ഥം. വലിയൊരു ബഹളം ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ അജിത്തിന്റെ പ്രശ്നം. So he smiles an affected smile and says, അപ്പം affected smile എന്ന് വെച്ചാൽ ഒരു ആക്കിയ ചിരി ചിരിച്ചിട്ട് നമ്മുടെ അജിത്ത് പറഞ്ഞു, ഓക്കെ കേക്ക്, if you are forbidding it, then it's a definite something. Shouldn't I make sure that nobody is passing you love letters in secret? പറയണേ, അപ്പം നീ എൻ്റെ അടുത്ത് നിന്ന് മറയ്ക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ടായിട്ടല്ലേ. ആർക്കറിയാം ആരെങ്കിലും നിനക്ക് രഹസ്യമായിട്ട് ലവ് ലെറ്റേഴ്സ് അയക്കുന്നുണ്ടോ എന്ന്. സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൺ വൾഗർ മാൻ യു ആർ. ഇത് കേട്ടപ്പോഴത്തേനും നമ്മുടെ നോമിതയുടെ കയ്യിൽ നിന്ന് പോയി. നോമിത പറഞ്ഞു, എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണോ നിങ്ങൾ, സ്വന്തം ഭാര്യയെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കണേ. ആഫ്റ്റർ ദിസ് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫോർ അജിത് ടു സ്മൈൽ ഹിസ് ഫേക്ക് സ്മൈൽ എനി ലോങ്ങർ. ഇത്ര ആയപ്പോഴത്തേനും നമ്മുടെ അജിത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. അജിത്തിന് പിന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അജിത്ത് അങ്ങ് ദേഷ്യം വന്നിട്ട്, നൗ ഹി ടു പിക്സ് അപ്പ് ദ പോയ്സൺ നൈഫ്. ഇത്തവണ വിഷമുള്ള കത്തി എന്ന് ഉദ്ദേശിക്കുന്ന വിഷമുള്ള വാക്കുകളാണ്. ഇത്തവണ നമ്മുടെ അജിത്തും വിഷമുള്ള വാക്കുകൾ അങ്ങ് പ്രയോഗിക്കാൻ തീരുമാനിച്ചു. അയാൾ പറഞ്ഞു, ഹി സേസ്, ഈസ് ദാറ്റ് സോ? ഓ അങ്ങനെയാണോ? ദോസ് ഹൂ വൈൻ ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ഹോൾഡ് ഔട്ട് ദെയർ പാംസ് ടു ദെയർ സൺ ഇൻ ലോ, they are the high class people. A dung picker's daughter becomes a queen and so. അപ്പം എന്താണ്, അജിത്ത് പറഞ്ഞു, ഓ നിങ്ങൾ വലിയ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർ, നിന്റെ അമ്മ എന്നും പൈസ വെച്ചുകൊണ്ട് ലെറ്റർ എഴുതുന്ന കാര്യം ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. എന്നും വന്നിട്ട് കയ്യും കൂപ്പി നിൽക്കും, പൈസ വേണം എന്നും പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവളുടെ വീട്ടുകാരെ ഭയങ്കര അപമാനിക്കുകയാണ്. എന്തൊക്കെ പറയുകയാണ്, രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ മരുമൻ്റെ അടുത്ത് വന്നിട്ട് കയ്യും കൂപ്പി നിൽക്കുകയാണ്, എനിക്ക് പൈസ വേണം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ, ഒരു ചാണകം കോരുന്ന ആളുടെ മകൾക്ക് ഇതിൽ കൂടുതൽ എന്ത് സൗകര്യമാണ് തരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആകെ മൊത്തം നമ്മുടെ നോമിതയെ അജിത്ത് അങ്ങ് അപമാനിക്കുകയാണ്. ഇത്രയും കേട്ട ഏതെങ്കിലും ആൾക്കാർ കേട്ട് നിൽക്കുമോ? ഇല്ല. ഇത്രയും കേട്ടപ്പോൾ നമ്മുടെ നോമിതയ്ക്ക് അങ്ങ് കൈവിട്ട് പോയി. ഷട്ട് അപ്പ് നോമിത യെൽസ്. നോമിത പറഞ്ഞു, മിണ്ടിപ്പോവരുത്. Their rooms on the 3rd floor. That's a blessing. Otherwise, with that scream, everyone would have come to look. ഭാഗ്യത്തിന് ഇവർ രണ്ടുപേരുടെയും റൂം 3ാം നിലയിലായിരുന്നു. താഴെങ്ങാനുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെയുള്ള ബാക്കി ബന്ധുക്കളെല്ലാം അവിടേക്ക് ഓടിക്കേറി വന്നാനെ ഒച്ച കേട്ടിട്ട്. ഷട്ട് അപ്പ് അജിത് റോസ് ഔട്ട്. വാട്ട് ഷട്ട് അപ്പ്? ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്. വാട്ട് വിൽ യു ഡു? ക്യാൻ യു ഡു എനിത്തിങ്? അപ്പോൾ ഇതിന് അജിത്ത് പറഞ്ഞു, നീ മിണ്ടരുത്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമുള്ളത് ചെയ്യും. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോടി എന്ന് നമ്മുടെ നോമിതയോട് വളരെ ഇൻസൾട്ടായിട്ട് നമ്മുടെ അജിത്ത് ചോദിക്കുകയാണ്. ഐ cannot do anything. Almost panting, Nomida pronounces each word clearly. You want to see if I can do anything. പറയണേ, എനിക്കൊന്നും കഴിയില്ലെന്നോ, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് കാണണോ, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിച്ചുകൊണ്ട് അവളങ്ങ് ദേഷ്യപ്പെട്ടു, വല്ലാണ്ടങ്ങ് ഭയങ്കര പ്രശ്നമായി. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഷീ ഡസ് സംതിങ് ദാറ്റ് ഈസ് അസ്റ്റോണിഷിങ്. അപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ടൊരു സംഭവം നമ്മുടെ നോമിത ചെയ്യാൻ പോവുകയാണ്. എന്തായിരുന്നു അത്? She grabs Ajit's matchbox that's lying near his cigarettes on the table and first she lights a matchstick and touches it to her sari. നോമിത എന്ത് ചെയ്തു? ടേബിളിൽ അജിത്തിൻ്റെ സിഗരറ്റിൻ്റെ അടുത്തായിട്ട് ഒരു തീപ്പെട്ടി ഇരിപ്പുണ്ടായിരുന്നു. ആ തീപ്പെട്ടി എടുത്ത് നമ്മുടെ നോമിത അങ്ങ് കത്തിച്ചിട്ട് എന്ത് ചെയ്തു? സ്വന്തം സാരിയുടെ തലപ്പിലേക്ക്, അല്ലെങ്കിൽ സാരിയുടെ അറ്റമില്ലേ, അറ്റത്തേക്ക് അങ്ങ് കത്തിക്കുകയാണ്. ഇൻസ്റ്റന്റ് ഇറ്റ് ഫ്ലേസ് അപ്പ് ദ വെരി ഫൈൻ ആൻജോൾ ഓഫ് എ വെൽത്തി വൈഫ് സാരി. പെട്ടെന്ന് എന്താ പറയുക, ഒരു എന്താ പറയുക, നല്ല റേറ്റ് കൂടിയ സാരിയാണ്. ആ റേറ്റ് കൂടിയ സാരിയുടെ ആൻജോൾ എന്ന് വെച്ചെങ്കിൽ നമ്മൾ മുന്താണി എന്നൊക്കെ പറയും, അതായത് സാരിയുടെ അറ്റം അങ്ങ് കത്തി കയറാൻ തുടങ്ങി. The very next instant, Ajit, have you gone mad? He says and jumps to her side and grabs the burning patch and slaps it between his hands and puts out the fire. പെട്ടെന്ന് തന്നെ നമ്മുടെ അജിത്ത് എന്ത് ചെയ്തു? നിനക്ക് തലയ്ക്ക് ബോധമില്ലെന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നിട്ട് അവളുടെ ആ സാരത്തുമ്പ് എടുത്തിട്ട് ആ തീ ഇങ്ങനെ കൈ രണ്ടും കൂടെ ഇട്ടിങ്ങനെ ഉരച്ചൊരച്ച് ആ തീയ് അണയ്ക്കുകയാണ്. ആൻഡ് ടു ടെൽ ദ ട്രൂത്ത്, നൗ ഹി ഈസ് എ ലിറ്റിൽ അഫ്രൈഡ്. ഇപ്പോൾ ഉള്ളത് പറയട്ടെ, അജിത്തിന് ചെറുതായിട്ടൊരു പേടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഹി ലുക്സ് ഫിയർഫുള്ളി അറ്റ് നോമിതാസ് ഫേസ്.
ഇപ്പോൾ കുറച്ച് പേടിയോടെ നമ്മുടെ നോമിതയുടെ മുഖത്തേക്ക് അജിത്ത് നോക്കുകയാണ്. സീസ് എ ഫയർ ബേണിംഗ് ദെയർ ബ്രൈറ്റ് ബ്ലേസിംഗ് റെഡ്. അപ്പോൾ സാരിയുടെ അവിടെ കത്തിപ്പെടുന്ന തീയേക്കാളും വലിയൊരു തീയ് ഇപ്പോൾ നോമിതയുടെ മുഖത്ത് കാണാൻ സാധിക്കും. നല്ല കത്തി ചുവന്ന് നിൽക്കുകയാണ് നോമിതയുടെ മുഖം. ഓക്കെ, ഫ്ലാഷ് 50K YT ഫാൻ പേജ് മിസ്സേ മൈൻഡ് ആക്കുമെന്ന് വെച്ചിട്ട് ആ വഴി അങ്ങ് ഓടിപ്പോയോ? അത്ര മതിയായിരുന്നോ? ഒന്ന് മൈൻഡ് ആക്കണമെന്നേ കുഞ്ഞിന് ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ. മിസ് ഒന്ന് കമൻ്റ് ഇട്ടു, അല്ല മിസ് ഒന്ന് ഹായ് പറഞ്ഞു, ആള് പോയി. ഇത്ര ഉണ്ടായിരുന്നുള്ള സംഭവം. ഓക്കെ, ഇനി he doesn't have the courage to put out that fire by slapping it between his hands, so he tries to pour water on it. അപ്പം സാരിത്തുമ്പിലെ തീ അണയ്ക്കാൻ അജിത്തിന് പറ്റി, പക്ഷേ നോമിതയുടെ മുഖത്ത് കത്തിപ്പെടുന്ന തീ അണയ്ക്കാൻ അജിത്തിന് പറ്റത്തില്ല. അപ്പം അജിത്ത് ഒന്ന് സോഫ്റ്റ് ആക്കാം എന്ന് തീരുമാനിച്ചു. അജിത്ത് എന്ത് ചെയ്തു? വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ഹി അറ്റംപ്റ്റ്സ് ടു സ്പീക്ക് നോർമലി. കുറേ പരിശ്രമിച്ചിട്ട് അജിത്ത് നോർമൽ എന്ന് സംസാരിച്ചു തുടങ്ങി. You lose all common sense when you get angry, don't you? A woman and such anger. Oof. എൻ്റെ പൊന്നു നോമിതേ, നിനക്ക് ദേഷ്യം വരുമ്പം നിനക്ക് എന്താ ചെയ്യുന്നതെന്ന് ഒരു ബോധവും ഇല്ല. നീയും നിൻ്റെ ഒരു ദേഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് അജിത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. Who knows what Nomida would have said next? But right then her niece Rini steps into the room. അപ്പം അടുത്തതായിട്ട് എന്താണ് നോമിത പറയാൻ പോകുന്നത് ആർക്കൊരു ധാരണയില്ല. അപ്പം അതിന് മുന്നേ തന്നെ എന്ത് സംഭവിച്ചു? അവരുടെ നീസായ റിനി, നീസ് എന്ന് പറയുമ്പം ഒന്നുകിൽ സഹോദരൻ്റെ മകൾ കേട്ടോ, അത്. അപ്പോൾ അവരുടെ സഹോദരൻ്റെ, അതായത് നോമിതയുടെയും അജിത്തിൻ്റെയും സഹോദരൻ്റെ മകളായ, അതായത് അജിത്തിൻ്റെ സഹോദരൻ്റെ മകളായ റിനി അവിടേക്ക് കയറി വന്നു. ഇമ്മീഡിയറ്റ്ലി ഷീ സേസ് piercingly, so Kurima, how much longer does the washerman have to wait? If you don't want to give him any of your clothes, at least tell him that. കുരീമ എന്ന് വെച്ചാൽ ഓരോ പദവി അനുസരിച്ച് ഇങ്ങനെ ആൾക്കാരെ വിളിക്കുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കുഞ്ഞമ്മ, വല്യമ്മ, ചെറിയച്ഛൻ, ചെറിയമ്മ എന്നൊക്കെ പറയും, അതുപോലെ തന്നെയുള്ള ഒരു ടേമാണ് കുരീമ. അപ്പം നമ്മുടെ നോമിതയെ എന്താ പറയുക, ഈ നീസ് കുരീമ എന്ന് വിളിച്ചിട്ടുണ്ട്. പറയണം, കുരീമ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് കൊടുക്കാനുണ്ടെങ്കിൽ ആ തുണി ഇറക്കുന്ന ആൾക്ക് കൊടുത്ത് വിട്. അയാൾ എത്ര നേരം വെച്ചാൽ കാത്തു നിൽക്കുന്നത്? ഒന്നുകിൽ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ കൊടുക്കാനില്ലെന്നെങ്കിലും പോയി പറ. അയാൾ എത്ര നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ റിനി കുറച്ച് രൂക്ഷമായിട്ട് സംസാരിക്കുകയാണ്. For a second or two, Nomida is still perhaps recalling the washerman's face waiting to her downstairs. Then she picks up the dirty clothes and starts sorting them. She says in a calm tone, "Go tell him I'm coming. I'm bringing the clothes." പെട്ടെന്നാണ് നമ്മൾ നോമിതയ്ക്ക് അങ്ങ് ബോധം വന്നു. നോമിത ഒത്തിരി ശരിയാണല്ലോ, ഞാനൊരു തുണി അലക്കുന്ന ആളെ താഴെ നിർത്തിയിട്ടാണ് കയറി വന്നത്. പെട്ടെന്ന് അയാളുടെ മുഖമൊക്കെ ഓർത്തെടുത്തിട്ട് നോമിത അങ്ങ് ബാക്ക് ടു നോർമലായി. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ നോമിത ഡ്രസ്സൊക്കെ എടുത്തിട്ട് സോർട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാം, അയാളോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയാം, ഇപ്പോൾ തന്നെ ഡ്രസ്സുമായിട്ട് വരാമെന്ന് റിനിയോട് നമ്മുടെ നോമിത പറയുകയാണ്. നോമിത സ്പീക്സ് ഹെർ മൈൻഡ്, സോ നോ വൺ അറ്റാക്സ് ഹെർ ഔട്ട് റൈറ്റ്. To her face, they only pinch her with sharp words. നോമിത മനസ്സിലിങ്ങനെ ഓർത്തു, മനസ്സിലിങ്ങനെ പറഞ്ഞു, ഇപ്പം എന്നെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് താഴെ എല്ലാവരും കൂടെ നിൽക്കുകയായിരിക്കും. അതായത് എല്ലാ വീട്ടിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണൂല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ നോമിതയുടെ വീട്ടിലുണ്ടായിരുന്നു. നോമിത ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ അവിടെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി എല്ലാവരും കൂടെ നിൽപ്പുണ്ടായിരിക്കും, എന്തായാലും കുത്തി എന്നെ പറയും. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ നോമിത പതുക്കെ താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. A second sister-in-law is almost exhausted with work this morning, and seeing her, she puts a twisted smile on her sweat-streaked face and says, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മരുമകൾ, രണ്ടാമത്തെ നാത്തൂന് അവിടെ നിന്ന് രാവിലെ മുതൽ പണിയെടുക്കുകയാണ്. അപ്പോൾ പണിയെടുത്ത് മടുത്ത് വേർത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ രണ്ടാമത്തെ സിസ്റ്റർ-ഇൻ-ലോയെ നോമിതയെ കണ്ടതും ഒരു ഫേക്ക് സ്മൈൽ, ഒരു ചിരിയൊന്നും വരുന്നില്ല, ഒരു ഇല്ലാത്ത ചിരിയൊക്കെ ചിരിച്ചിട്ട് പറയുകയാണ്, well, that's something. At least you finally decided to come down from upstairs. അവസാനം നീ മോളിൽ നിന്ന് ഇറങ്ങി വന്നല്ലോ, നിനക്ക് മോളിൽ നിന്ന് ഇറങ്ങി വരാൻ തോന്നിയല്ലോ. ബാബ, there is no good or bad time for you to find the smallest excuse to go in your room and get cozy with your husband. Does the love talk never get told? എന്തെങ്കിലും ടൈം കിട്ടാൻ നോക്കിയിരിക്കുകയാണല്ലേ റൂമിൽ പോയിട്ട് ഹസ്ബൻഡിനോട് ചിരിച്ചും കൊഞ്ചി ഇരിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് താഴെ വന്ന് സഹായിക്കുക, ആ ഒരു ബോധമൊന്നുമില്ല. ഏത് സമയം റൂമിൽ പോയി ഇരിക്കുക, ഹസ്ബൻഡിനോട് ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ഒന്ന് എപ്പോഴും താഴോട്ട് ഇറങ്ങി വരാൻ പോലും തോന്നുന്നില്ല. നിങ്ങളുടെ ഈ ലവ് ടോക്ക് ഒന്നും ഇതുവരെയും തീർന്നില്ലേ എന്ന് നമ്മുടെ എന്താണ് രണ്ടാമത്തെ സിസ്റ്റർ-ഇൻ-ലോ നോമിതയോട് ചോദിക്കുകയാണ്.
Nomita looks around once to get a sense of the atmosphere. നമ്മൾ ചുറ്റും ഒന്ന് നോക്കി എന്താണ് ഇപ്പോൾ വീട്ടിലെ അവസ്ഥ, എല്ലാവരും എനിക്കെതിരായിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണോന്നൊന്ന് നമ്മൾ ചുറ്റും ഒന്ന് നോക്കി. Sees the hurly burly of the morning, sees the forest of people on either side. അപ്പോൾ നോക്കിയപ്പോഴത്തേനും ആളുകളെല്ലാം ഒരുപാട് അംഗങ്ങളുള്ള വീടാണ്. അപ്പോൾ ആ വീട്ടിലെ ആളുകളെല്ലാം എന്താണ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഓരോരോ ജോലികളിൽ ഇങ്ങനെ തിരക്കിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ഇത് ഏത് ചാപ്റ്റർന്നോ? എടാ ഭീകരാ, നമുക്ക് മാച്ച് ബോക്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് കേട്ടോ. 12th സ്റ്റേറ്റിൽ മാച്ച് ബോക്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്, 3ാമത്തെ ചാപ്റ്റർ കേട്ടോ. ഏതാണ് ചാപ്റ്റർ എന്ന് പോലും കാണുന്നില്ല. ഓക്കെ, അങ്ങനെ ഇനി അപ്പം എന്താണ് ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിയും തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അപ്പം നമ്മൾ നോക്കി നോക്കിയപ്പോഴത്തേനും ഒരു കാട് ആൾക്കാർ 2 സൈഡിലുമായിട്ട് നിൽപ്പുണ്ട് ഓരോരോ പണികളുമായിട്ട്. ഹെർ വോയിസ് മസ്റ്റ് നോട്ട് ട്രെമ്പിൾ, അവളുടെ വോയിസ് വിറച്ചൊന്നുമില്ല, അവൾ വളരെ സ്റ്റേൺ ആയിട്ടൊന്ന് വർത്താനം പറയുകയാണ്. സോ ഷീ ടു സ്മൈൽസ് എ സ്മോൾ സ്മൈൽ ആൻഡ് സേസ് ഇൻ ആൻ എക്സ്ട്രീംലി സോഫ്റ്റ് വോയിസ്. പക്ഷെ നമ്മുടെ നോമിത വളരെ പതുങ്ങി ശബ്ദത്തിൽ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പറയുകയാണ്. Oh, it's nothing like that. You should come and peek in some time. Our talk is all angry talk. Do you know? അയ്യോ, അങ്ങനെ ലവ് ടോക്ക് ഒന്നുമല്ല, വേണേ ഒരു ദിവസം വന്ന് ഒളിഞ്ഞ് നിന്ന് കേട്ടോ, ഞങ്ങൾ എപ്പോഴും ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കും, ഞങ്ങൾക്ക് നമ്മളങ്ങനെ ലവ് ടോക്ക് ഒന്നും ഇല്ല എന്ന് നമ്മുടെ നോമിത വളരെ നോർമലായിട്ടങ്ങ് പറയുകയാണ്. Major wife loves hoo and says, stop it no wife, don't cover up the forbidden fish with your pious spinach. We have not been raised on donkey grass. Why do we need to peek in what you are showing us right in front of our eyes 24 hours a day? അപ്പോൾ നമ്മുടെ അടുത്ത ഓടിയിട്ട് കെട്ടി വന്ന, അതായത് ചേട്ടനിമാർ കുറേ പേരുണ്ട്. അപ്പോൾ ഓരോരുത്തരും കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾ ആ വീട്ടിലുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ കെട്ടിക്കൊണ്ട് വന്ന അജിത്ത് കെട്ടിക്കൊണ്ട് വന്ന പെണ്ണാണ് നമ്മുടെ നോമിത. അപ്പോൾ ഓരോരോ നാത്തൂമാർ അല്ലെങ്കിൽ ഓരോ വീട്ടിലെ മൂത്ത വരുമ്പോൾ ഇടയും വരുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെജോ വൈഫ് എന്ന് പറയുന്ന എല്ലാ ഓരോ പദവികൾക്ക് പേരുന്ന പേരാണ് കേട്ടോ. അതായത് ഈ ചാപ്റ്റർ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മെജോ വൈഫ് എന്ന് വെച്ചെങ്കിൽ സെക്കൻഡ് ഓൾഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്, ഏറ്റവും മൂത്ത രണ്ടാമത്തെ സഹോദരന്റെ ഭാര്യയാണ് മെജോ വൈഫ് എന്ന് പറയുന്നത്. അപ്പം മെജോ വൈഫ് ഇതെല്ലാം കേട്ടോണ്ട് വന്നിട്ട് പറയുകയാണ്, ഓ നീ അങ്ങനെ പറയൊന്നും വേണ്ട, ഞങ്ങൾക്കറിയാം അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ഭയങ്കര ഇഷ്ടത്തിലാണെന്നും 24 മണിക്ക് ലവ് ടോക്ക് ആണെന്നും ഞങ്ങൾക്കറിയാം. നമ്മൾ മലയാളത്തിൽ പറയും ഞങ്ങൾ തവിട് കൊടുത്ത് വാങ്ങിയത്, ഞങ്ങളും ചോറ് തന്നെയാണ് തിന്നുന്നത് നമ്മൾ പറയും അല്ലേ. അപ്പോൾ അതുപോലെ ഇംഗ്ലീഷിൽ പറയുകയാണ്, ഞങ്ങൾ ഡോങ്കി ഗ്രാസ്, ഞങ്ങൾ കഴുതപ്പുല്ല് തിന്നൊന്നും അല്ല ജീവിക്കുന്നത്, ഞങ്ങൾക്ക് സത്യം കാണുമ്പോൾ മനസ്സിലാവുകയൊക്കെ ചെയ്യും, ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നും, നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണെന്നും 24 മണിക്കൂർ ഇങ്ങനെ കൊഞ്ചിയും കുഴഞ്ഞിരിക്കുവാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നമ്മുടെ മെജോ വൈഫ് പറയുകയാണ്. Nomita loves a love that can bring an attractive flush to a white face. അപ്പം എന്താണ് ഇത് കേട്ടപ്പോഴത്തേനും നമ്മുടെ നോമിതയുടെ മുഖത്തേക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു ബ്ലഡ് ഇങ്ങനെ അടിച്ചിങ്ങനെ കയറുകയാണ്. ആഫ്റ്റർ ലാഫിങ് ദാറ്റ് ലവ് ഷീ സേസ്, ഗോ ഓൺ, യു സേ ദ നോട്ടിയസ്റ്റ് തിങ്സ്. സത്യാവസ്ഥ എന്താണെന്ന് നോമിതയ്ക്കറിയാം. അപ്പം നോമിത ഇങ്ങനെ ചിരിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ വെറുതെ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചുമ്മാ സംശയിക്കുകയാണ്, പോകുന്നു പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നോമിത അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. The busy borrow wife runs up. Have you chopped the vegetables yet? Or are you just telling stories? അപ്പോൾ അടുത്ത ആൾ വരുവാണ്. അടുത്ത ആൾ ആരാണ്? ബോറോ വൈഫ് ആണ്. ബോറോ വൈഫ് എന്ന് വെച്ചെങ്കിൽ എൽഡസ്റ്റ് ബ്രദേഴ്സ് വൈഫ്, അപ്പോൾ ഏറ്റവും മൂത്ത ആളുടെ വൈഫ് ഇത് കേട്ട് പറയുകയാണ്, നീ എത്ര നേരമായിട്ടും ആ പച്ചക്കറി കരിഞ്ഞു തീർന്നോ, അതോ വർത്താനവും പറഞ്ഞ് കഥയും പറഞ്ഞുകൊണ്ട് ഇരിക്കുവാണോ? സാധാരണ എല്ലാ വീട്ടിലുള്ള പ്രശ്നങ്ങളല്ലേ. ഇപ്പോൾ ഒരാൾ ജോലി ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റൊരാൾക്ക് ദേഷ്യം വരും, ശരിയാണ്. അപ്പോൾ നമ്മുടെ മെജോ വൈഫ് എന്ന് പറയും, നമ്മുടെ ബോറോ വൈഫ് എന്ന് വെച്ചെങ്കിൽ ഏറ്റവും മൂത്ത സഹോദരൻ്റെ വൈഫ്. പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ട പുള്ളിക്കാരത്തി പറഞ്ഞു, നീ ഇതിലും പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞോ, അതുപോലെ കഥയും പറഞ്ഞുകൊണ്ടിരിക്കുവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും എന്താണ്, and suddenly she stops and starts, what's that, what's this unlucky thing now wife, how did you burn your angel that way? അപ്പത്തിന് ഇങ്ങനെ നീ പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞോ, അതോ നീ കഥയും പറഞ്ഞിരിക്കുവാണോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് ആ ചേച്ചി നമ്മുടെ നോമിതയുടെ സാരിത്തുമ്പ് ശ്രദ്ധിക്കുന്നത്. നോക്കിയപ്പോൾ അത് കരിഞ്ഞിരിക്കുന്നു. ചോദിക്കുകയാണ്, അയ്യോ എങ്ങനെയാണ് നിന്റെ സാരിത്തുമ്പ് ഇതുപോലെ കരിഞ്ഞു പോയത്, ഇത് എന്ത് കാണിച്ചിട്ട് ഇതുപോലെ കരിഞ്ഞിരിക്കുന്നത് എന്ന് നമ്മുടെ ബോറോ വൈഫ് ചോദിക്കുകയാണ്. നോമിത ടു സ്റ്റാർട്ട്സ് ബട്ട് ഓൺലി ഫോർ എ മൊമെന്റ്. നോമിത പെട്ടെന്ന് ഞെട്ടിപ്പോയി. സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞെട്ടി, സ്റ്റാർട്ടിൽഡ് ആ ഒരു മീനിങ് തന്നെ കേട്ടോ, ഞെട്ടിപ്പോയി. നോമിത പെട്ടെന്ന് ഞെട്ടിയിട്ട് പക്ഷെ ഒരു നിമിഷം അത് ഞെട്ടിയുള്ളൂ. പെട്ടെന്ന് നോമിത ബാക്ക് ടു നോർമൽ ആയിട്ട് പറയുകയാണ്. The next instant she folds the ankle back quickly and says laughing. അടുത്ത നിമിഷം തന്നെ നമ്മുടെ നോമിത ആ സാരത്തും ഇങ്ങനെ കയ്യിലോട്ട് എടുത്ത് പിടിച്ചിട്ട് പറയുകയാണ്,
Oh, don't remember me. It's exactly what you keep warning me about. അയ്യോ അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ, ഞാനൊരു അബദ്ധം കാണിച്ചു, നിങ്ങൾ എന്നോട് എപ്പോഴും കാര്യം പറയാമല്ലോ, ചെയ്യരുതെന്ന്. അത് ഞാൻ ചെയ്തു. എന്താ അത്? I didn't listen and see what happened. I used my angel to lift a hot pot of water off the stove and that did it. അപ്പം എന്താണ്? നിങ്ങളോട് എപ്പോഴും പറയില്ല എന്നൊരു കാര്യം ചെയ്യരുത്, ഞാനത് കേട്ടില്ല, ഞാൻ ചെയ്തു. എന്താണ്? നല്ല ചൂട് കലം എൻ്റെ സാരിത്തുമ്പ് വെച്ചിട്ട് ഞാൻ അങ്ങ് എടുത്തു. നമ്മൾ ഈ എന്തെങ്കിലും തുണി വെച്ചിട്ടായിരിക്കുമല്ലോ ഈ കലവും അല്ലെങ്കിൽ ചൂടുള്ള പാത്രങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തുണി എടുക്കാനുള്ള മടി കാരണം ഞാൻ എന്ത് ചെയ്തു എന്ന് നമ്മുടെ മുമ്പ് പറയുന്നത്, ഞാൻ ഈ സാരിയുടെ തുമ്പ് വെച്ചിട്ട് ആ ചൂടുള്ള കലം അങ്ങ് എടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ കലത്തിലേക്ക് ആ സാരിത്തുമ്പ് കരിഞ്ഞു പിടിച്ചു. ഇങ്ങനൊരു നോണ നമ്മുടെ നോമിത അങ്ങ് പറയുകയാണ്. Nomita pulls the basket of potatoes towards herself and sits down to peel potatoes. And in her mind, she keeps thinking about how she might be able secretly to send her mother a few rupees. അപ്പം എന്താണ്? നോമിത പെട്ടെന്ന് തന്നെ ആ ഒരു സംഭവം അങ്ങ് തീർന്നു പോട്ടെ എന്ന് ഓർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ബാസ്കറ്റ്, അതൊരു കൊട്ടയ്ക്കകത്ത് നിറച്ച് ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ടായിരുന്നു. ആ ഉരുളക്കിഴങ്ങ് നീട്ടി ഇങ്ങനെ വലിച്ചിങ്ങനെ അടുത്തോട്ട് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് പതുക്കെ പീൽ ചെയ്യാൻ തുടങ്ങി. പതുക്കെ തന്നെ തൊലി കളയാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് അമ്മയ്ക്ക് രഹസ്യമായിട്ട് കുറച്ച് പണം അയച്ചു കൊടുക്കാൻ പറ്റുക. ഷീ കനോട്ട് റിയലി റൈറ്റ് ടു ഹെർ, ഐ കനോട്ട് ഡു എനി മോർ, ഡോണ്ട് ഹോപ്പ് ഫോർ എനിത്തിങ് ഫ്രം മീ. അപ്പോൾ സത്യത്തിൽ ആദ്യം നമ്മൾ തീരുമാനിച്ചിരുന്നത് അമ്മയോട് ഇനി പറയണം, ഇനി നിന്ന് സഹായം ഒന്നും പ്രതീക്ഷിക്കരുത്, ഞാൻ ക്യാഷ് അയക്കില്ല എന്ന് പറയാനായിരുന്നു നമ്മുടെ നോമിത തീരുമാനിച്ചിരുന്നത്. പക്ഷെ നോമിതയ്ക്ക് ഇപ്പോൾ തോന്നിയപ്പം കഷ്ടമുണ്ട്, അമ്മയ്ക്ക് ആരുമില്ല, ഭർത്താവില്ല, മക്കൾ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ അല്ലേ ഉള്ളൂ, ഞാനത് പിന്നെ ആരാണ് അമ്മയെ സഹായിക്കുക എന്ന് നോമിത ചിന്തിച്ചു. നോമിത ഓർത്തു, അങ്ങനെ എനിക്ക് എഴുതാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് എങ്ങനെയും കുറച്ച് പൈസ അയച്ചു കൊടുക്കണം. Over there, the entire village knows Nomita is a queen. Nomita's husband is high-minded, large-hearted. കാരണം അങ്ങകലെ നോമിതയുടെ ഗ്രാമത്തിൽ, നോമിതയുടെ അമ്മയുടെ ഗ്രാമത്തിൽ എല്ലാം വിചാരിച്ചിരിക്കുന്നത് എന്താണ്? നോമിത രാജകുമാരിയെ പോലെ വീട്ടിൽ താമസിക്കുകയാണ്. നോമിതയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ വിശാല മനസ്കനായ, ഉദാര മനസ്കനായ, ധനികനായ ഒരു വ്യക്തിയുമാണെന്ന്. This is precisely why I compare women to matchboxes. കഥ തീർന്നു. ഈ നമ്മുടെ ആശാപൂർണ ദേവി ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. ആശാപൂർണ ദേവി പറയുകയാണ്, കണ്ടോ, ഇതുകൊണ്ടാണ് ഞാൻ സ്ത്രീകളെ തീപ്പെട്ടിയുമായി ഉപമിക്കുന്നത്. Even when they have the materials within themselves to set off many raging fires, they never flare up and burn away the mask of men's high-mindedness, their large-heartedness. They don't burn away their own colorful shells. എന്താണ്? അതാണ് സ്ത്രീകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കഥയിൽ തന്നെ വേണേൽ നോമിതയ്ക്ക് അവരോട് പറയായിരുന്നു അജിത്തിൻ്റെ ശരിക്കുള്ള സ്വഭാവം, അല്ലെങ്കിൽ അജിത്ത് ഇങ്ങനെ കാണിച്ചു എന്ന് വേണേൽ പറയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാവരും നോമിതയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നാനേ. പക്ഷേ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഹസ്ബൻഡിനെ മോശക്കാരനായി കാണിക്കേണ്ട എന്നുള്ള ആ നോമിതയുടെ വലിയ മനസ്സിനെയാണ് നമ്മളിവിടെ കാണേണ്ടത്. അപ്പോൾ അതാണ് ഈ കഥയിലും പറയുന്നത്. കണ്ടോ, ഈവൻ വെൻ ദേ ഹാവ് ദ മെറ്റീരിയൽസ് വിത്തിൻ ദംസെൽവ്സ് ടു സെറ്റ് ഓഫ് മെനി റേജിങ് ഫയേഴ്സ്, എല്ലാം കത്തി ചാമ്പലാക്കാനുള്ളൊരു പവർ സ്വന്തം ഉള്ളിൽ ഉണ്ട് എങ്കിലും they never flare up and burn away the mask of men's high-mindedness. പക്ഷേ ഒരിക്കലും പുരുഷന്മാരുടെ ആ ഒരു മാസ്ക്, മുഖംമൂടി കത്തിക്കാൻ ഒരു സ്ത്രീയും തയ്യാറാവത്തില്ല. അതായത് സ്വന്തം ഭർത്താവിനെ അല്ലെങ്കിൽ പുരുഷന്മാരെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാക്കാൻ ഒരു സ്ത്രീയും ഒരിക്കലും ശ്രമിക്കാറില്ല. അവരെപ്പോഴും മാക്സിമം അവരുടെ വിഷമങ്ങൾ അവരിലേക്ക് തന്നെ ഒതുക്കുകയാണ് ശ്രമിക്കാറ്. ഒരിക്കലും മറ്റുള്ളവരെ മോശമായിട്ട് കാണിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ എല്ലാവരും മുമ്പിൽ അപമാനിക്കണം എന്ന ചിന്ത ഒരിക്കലും സ്ത്രീകൾക്ക് ഉണ്ടാവാറില്ല. എന്തെങ്കിലും വിഷമം ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ, അത് ഞാൻ മാത്രം സഹിച്ചാൽ പോരെ, ഞാൻ മാത്രം സഹിക്കാം, ഈ സഹനപുത്രി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ലേബലിലാണ് എപ്പോഴും സ്ത്രീകൾ മുമ്പോട്ട് പോകാറ്. അതൊരു നല്ല ലേബലാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നല്ല ലേബലല്ല. ഈ സഹനപുത്രി, എല്ലാം സഹിക്കുന്നവൾ, എല്ലാം എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യുന്നവൾ എന്നുള്ളത് നല്ലൊരു ലേബലൊന്നും അല്ല, ഒരു നല്ല ലേബലേ അല്ല. എല്ലാം സഹിച്ചും എല്ലാം ക്ഷമിച്ചും നിൽക്കുന്നവൾ എന്നുള്ള ടൈറ്റിലേ ഒരു കൊള്ളില്ലാത്ത ടൈറ്റിലാണ്. അപ്പോൾ ഇവിടെ അതാണ് പറഞ്ഞേക്കുന്നത്, സ്ത്രീകൾ അങ്ങനെയാണ്, എല്ലാവരെയും കത്തി ചാമ്പലാക്കാനുള്ള ഒരു അഗ്നി ഉള്ളിലുണ്ട് എങ്കിലും അവരെപ്പോഴും എല്ലാം ക്ഷമിച്ചും സഹിച്ചും ആണുങ്ങളുടെ ആ ഒരു മുഖം മൂടി വലിച്ചു മാറ്റാതെ അവരെപ്പോഴും നല്ലവരായി കാണിച്ചുകൊണ്ട് കൊണ്ടുപോകാനാണ് അവരെപ്പോഴും ആഗ്രഹിക്കാറ്. They don't burn away their own colorful shells. അവരൊരിക്കലും അവരുടെ മനോഹരമായ ഷെല്ല് പൊട്ടിക്കാൻ ശ്രമിക്കാറില്ല. ഈ മനോഹരമായ ഷെല്ലെന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ ആ ഒരു കുടുംബം, അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ്, അവരുടെ ആ ഒരു ഫാമിലി, അതാണ് അവരുടെ ഷെല്ലെന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഓരോ സ്ത്രീയെ സംബന്ധിച്ച് ചില ബന്ധങ്ങൾ, ചില കുടുംബങ്ങൾ ഒരു ബന്ധനമാണ്. അവരിങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം ജോലിക്ക് പോകണം,
നന്നായി പഠിച്ചൊരു പെൺകുട്ടി, ഞാൻ കുറച്ച് ജനറൽ കാര്യങ്ങൾ പറയാം. നന്നായി പഠിച്ചൊരു പെൺകുട്ടി നന്നായി ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ അവർ പിന്നോട്ട് വലിക്കുന്ന കുറേ ഫാക്ടേഴ്സ് കാണും. അവരുടെ ഭർത്താവിനെ നോക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടുകാരെ നോക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം. ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് വന്നു കഴിയുമ്പോൾ കുറേ സ്ത്രീകൾ പിന്നോട്ട് വലിയും. വേണ്ട, ഇവരെ നോക്കാം, ഇവർക്ക് ഞാനല്ലേ ഉള്ളൂ, ഇവർക്ക് ഞാനല്ലേ ഇതെല്ലാം ചെയ്ത് കൊടുക്കാനുള്ളൂ, ഇവരെ നോക്കാം, നന്നായി നോക്കാം. ഇങ്ങനെ കുറേ ഫാക്ടേഴ്സിന് പേര് പല സ്ത്രീകളും അവരുടെ ഇഷ്ടങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകും. ഇതാണ് ശരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ഷെല്ലാണ്. ഒരു ഷെൽ എന്നതിനേക്കാളും ഒരു സെല്ലാണ്. ഓക്കെ, അവർ ആക്ച്വലി ഒരു ജയിലിലാണ്. ഇവർക്കറിയില്ല പുറത്തോട്ട് വരുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് ഒരുപാട് ഫ്രീഡവും ഒരുപാട് സന്തോഷവും നിറഞ്ഞൊരു ലോകമാണെന്ന്. അവരെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ലോകം എന്ന് പറയുന്നത് എന്താണ്? ആ ഫാമിലിയാണ്. ഇതാണ് എൻ്റെ സന്തോഷം, എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, എൻ്റെ ലോകം എന്ന് പറയുന്നത് ഈ ഫാമിലിയാണ് എന്ന് വിശ്വസിക്കുന്ന. ഹലോ എബൽ, ഹായ് എബൽ. ഓക്കെ, ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടോ എബൽ? ഓക്കെ, അപ്പോൾ ചില സ്ത്രീകളെ സംബന്ധിച്ച് ഇങ്ങനെയാണ്, അവരുടെ ഷെല്ലിലാണ്. ഒരിക്കലും ഷെല്ല് പൊട്ടിച്ച് വരാൻ അവർ ആഗ്രഹിക്കാറില്ല. കാരണം അവർ ആ ഷെല്ലിനുള്ളിൽ, ആ കളർഫുൾ ഷെല്ലിനുള്ളിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടികൾ, എൻ്റെ വീട്ടുകാർ, എൻ്റെ വീട്ടുജോലികൾ, ഇതെല്ലാമാണ് എൻ്റെ ലോകം എന്ന് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷെ ആക്ച്വലി അതൊരു തെറ്റായ ധാരണയാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ചില ഷെൽസ് പൊട്ടിക്കേണ്ടതാണ്, അത് പൊട്ടിക്കേണ്ടത് തന്നെയാണ്. പുറമേന്ന് കളർഫുൾ ആണെങ്കിലും ചില സമയത്തൊക്കെ അതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. പുറമേന്ന് കാണുമ്പോൾ കളർഫുൾ ഷെൽസ് ആയിരിക്കും. ഈ ഫാമിലി, അതായത് കുടുംബം, കുട്ടികൾ, ഭർത്താവ് എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായ ഷെല്ലുകളാണ് എങ്കിലും കുറച്ചുള്ളിനുള്ളിലോട്ട് കയറുമ്പം അത് അത്ര കളർഫുൾ അല്ല. അത് എന്താ പറയുക, എനിക്കറിയാം ഒത്തിരി പേരുണ്ട് നന്നായി പഠിച്ചവർ, ജോലിക്ക് പോകാതിരിക്കുന്നവർ, അവരെ പിന്നോട്ട് പറയുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതാണ് ചില കാര്യങ്ങളിൽ നമ്മൾ ഈ ഷെല്ലുകൾ പൊട്ടിച്ച് പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു, പുറത്തേക്ക് വരേണ്ടത് ആവശ്യമാണ്. They won't burn them, the men know this too. അവരൊരിക്കലും ഈ ഷെൽ നശിപ്പിക്കില്ല. ഇത് നശിപ്പിക്കില്ല എന്നുള്ള കാര്യം എല്ലാ ആണുങ്ങൾക്കും അറിയാം. അതായത് സ്ത്രീകൾ ഒരിക്കലും അവരുടെ ഈ ഒരു എന്താ പറയുക, ഈ ഷെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഈ സെല്ലിൽ നിന്ന് പുറത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം എല്ലാ പുരുഷന്മാർക്കും അറിയാം. അപ്പോൾ അവരുടെ എന്താ പറയുക, ഈ സ്ത്രീകളുടെ ഈ വീക്ക്നെസ്സിനെ ആക്ച്വലി പുരുഷന്മാർ അങ്ങ് ഉപയോഗിക്കും. അതായത് ഇവർ തന്നെ അങ്ങ് ഇൻജക്റ്റ് ചെയ്യും, ആണുങ്ങൾ തന്നെ അങ്ങ് ഇൻജക്റ്റ് ചെയ്യും. ഞാൻ ആണുങ്ങളെ അടിച്ചടിച്ച് പറയുന്നതല്ല കേട്ടോ, ഞാൻ അങ്ങനത്തെ ഒരാളൊന്നും അല്ല. പക്ഷേ ചില ആണുങ്ങൾ അങ്ങനെ അങ്ങ് അവരുടെ മൈൻഡോട്ട് അങ്ങ് ഇൻജക്റ്റ് ചെയ്യും. നിനക്കിവിടെ സുഖമല്ലേ, നിനക്ക് വേണ്ടതല്ല ഞാൻ കൊണ്ടൊന്നും തരത്തില്ലേ, നിനക്ക് എവിടെയെങ്കിലും പോകണോ ഞാൻ കൊണ്ടുപോകത്തില്ലേ, എന്തിനാ നീ ജോലിക്ക് പോയി വിഷമിക്കുന്നത്, നമുക്ക് ഇവിടെ തന്നെ കുറേ ജോലി ഇല്ലേ, നീ ഇതൊക്കെ ചെയ്ത് ഇവിടെ നിന്നാൽ പോരെ, നീ വീടിനുള്ളിൽ സേഫ് അല്ലേ, നിനക്ക് വേണ്ടതല്ല ഞാൻ ചെയ്തു തരുന്നില്ലേ. ഇങ്ങനെ കുറേ പാമ്പർ ഇത് പറഞ്ഞു കഴിയുമ്പോൾ സ്ത്രീകളും ചിന്തിക്കും, ശരിയാണല്ലോ, ഞാൻ ഇങ്ങനെ ജോലിക്ക് പോണേ, ഞാൻ ജോലിക്ക് പോയി എൻ്റെ ഹസ്ബൻഡിനെ ആര് നോക്കും, എൻ്റെ പിള്ളേരെ ആര് നോക്കും, വേറൊരാൾ നോക്കിയാൽ ശരിയാവോ, ഇല്ല. അല്ലെങ്കിൽ എനിക്ക് വേണ്ടതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ചെയ്തു തരുന്നുണ്ടല്ലോ, മേടിച്ച് തരുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനു പോകണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോലെ അറിയാം, നമ്മുടെ മനസ്സിലേക്ക് ഇൻജക്റ്റ് ചെയ്യും. ഇതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്, ഇതാണ് നമ്മുടെ ലോകവും, നമുക്കങ്ങ് ഇൻജക്റ്റ് ചെയ്ത് തരികയാണ്. അപ്പോൾ ചില സ്ത്രീകളെങ്കിലും ഇതിലങ്ങ് വീണ് പോകും. അതാണ് ശരിക്കുമുള്ള ഈ ഒരു സൊസൈറ്റി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. That's why they leave them scattered so carelessly in the kitchen, in the pantry, in the bedroom, here, there, anywhere. അതുകൊണ്ടാണ് ഒരു തീപ്പെട്ടിയെ പോലെ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടി പോലെ ഓരോ സ്ത്രീകളും ഓരോ വീടിൻ്റെ മൂലയ്ക്ക് ആരാലും എന്താ പറയുക അറിയാതെ, ആരാലും വില കിട്ടാതെ ഒരു മൂലയ്ക്കൊക്കെ പോയിരിക്കുന്നത്. ഒരു തീപ്പെട്ടി പോലെ ഒരു വിലയും കിട്ടാതെ മൂലകളിൽ പോയിരിക്കുന്നതിന് കാരണവും ഇത് തന്നെയാണ്. അവർക്ക് കിട്ടേണ്ടതായ ഇമ്പോർട്ടൻസ് കിട്ടാത്തതിന് കാരണവും ഇത് തന്നെയാണ്. കാരണം അവർ പലപ്പോഴും അത് ആഗ്രഹിക്കാറില്ല. അതിനേക്കാളും അപ്പുറം എൻ്റെ ഫാമിലിയാണ് എൻ്റെ ലോകമെന്ന് അവർ അങ്ങ് ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്. ഞാനല്ല എൻ്റെ പാർട്ട്ണറാണ് ഹാപ്പി ആവേണ്ടത്, ഞാനല്ല എൻ്റെ മക്കളാണ് ഹാപ്പി ആവേണ്ടത്, ഞാനല്ല എൻ്റെ ഫാമിലിയാണ് സേഫായിട്ടിരിക്കേണ്ടത് എന്നൊരു ചിന്തയിലാണ് പലരും ജീവിക്കുന്നത്. നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണെങ്കിലും അതിന് കുറേ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. ക്വയറ്റ് വിത്തൗട്ട് ഫിയർ ദേ പുട്ട് ദം ഇൻ ദെയർ പോക്കറ്റ്സ്. അപ്പോൾ എന്താണ്, പലരും ക്വയറ്റ് വിത്തൗട്ട് ഫിയർ, അപ്പോൾ യാതൊരു പേടി തോന്നാതെ പലരും ഇത് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുകയാണ്. ഒരു മാച്ച് ബോക്സിനെ ഒരു പോക്കറ്റിലിട്ടുകൊണ്ട്, അതായത് അലക്ഷ്യമായിട്ട് യാതൊരു വിലയും കൊടുക്കാതെ നമ്മൾ തീപ്പെട്ടിയെ പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുന്നത് പോലെ പല സ്ത്രീകളെയും എന്താണ് ഇങ്ങനെ ആളുകൾ യാതൊരു വിലയും കൊടുക്കാതെ ഇങ്ങനെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ എന്താ പറയുക, ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്റ്റോറിയാണിത്. എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മിസ് ഇങ്ങനെ ഡൗട്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതനുസരിച്ച് എന്തെങ്കിലും മീൻസ് ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഞാനത് റിപ്ലൈ തന്നോളാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ടൂഡിൽസ്.